ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് തൊഴുപ്പാടം ധ്യാന കേന്ദ്രത്തിലാണ്. ഇന്നിവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. 14, 15, 16 തീയതി ഇവിടെ തൊഴുപ്പാടത്ത് തപസ് ധ്യാനം, റൂഹാഭിഷേക ധ്യാനം ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. ധ്യാനത്തിൻ്റെ ഫീസ് സൗജന്യമാണ്. എല്ലാവർക്കും ഇവിടെ പങ്കെടുക്കാം. പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ പങ്കെടുക്കാം. എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ കൃപ ഈ ധ്യാനത്തിലൂടെ കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വചനം ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനമാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ അത് എന്നെ മാത്രമല്ല, മാമോദീസ സ്വീകരിച്ച എല്ലാവരോടുമായിട്ട് കർത്താവ് പറയുന്ന വചനം തന്നെയാണ് ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. നമുക്കെല്ലാവർക്കും സുവിശേഷം, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം ഭക്ഷിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും യോഗ്യതയും ഉണ്ട്. നമ്മളത് ഭക്ഷിക്കുക തന്നെ വേണം. ഇത് ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യാനും വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുവിശേഷമാകുന്ന ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സുവിശേഷം അനുസരിച്ചുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ പ്രലോഭനങ്ങളെയും പാപത്തെയും അതിജീവിച്ച് മുന്നേറണമെങ്കിൽ സുവിശേഷമില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നമ്മൾ 3-4 നേരം ഭക്ഷിക്കുന്നു. എന്നാൽ ആത്മാവിന് വേണ്ടുന്ന സുവിശേഷം നമ്മൾ കാര്യമാക്കുന്നില്ല. ഈ ലോകത്ത് ഇന്ന് വചനം പറയുകയാണ്, സുവിശേഷമില്ലാതെ, വചനമില്ലാതെ നമുക്ക് ഒരു അടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരുണ്യവാനായ ദൈവം നമ്മളെ ശക്തരാക്കട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, കർത്താവേ മഹത്വം, കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പരിശുദ്ധാത്മാവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ ആരാധന, കർത്താവേ മഹത്വം, കർത്താവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, യേശുവേ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ മഹത്വം, കർത്താവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, 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 യേശുവേ മഹത്വം, യേശുവേ ആരാധന.